ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ലളിത മഹൽ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു സാൻഡ് മ്യൂസിയം ഒക്കെ കാണാം നിങ്ങൾക്ക്. ആക്ച്വലി ഇത് ചാമുണ്ഡി ഹിൽസ് റോഡാണ്. നമ്മൾ അവിടെ അതിന് പോകുന്നതിന് മുമ്പ് ദ വേൾഡ് ഓഫ് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തും കൂടി ഞാൻ ആദ്യം പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാലസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ദ വേൾഡ് ഓഫ് മൈസൂർ പാക്ക്. ഇത് ചാമുണ്ഡി ഹിൽസിൽ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് ലൈവായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരാൻ പറ്റും. ഇറ്റ്സ് വെരി ഡെലീഷ്യസ്, വെരി പ്യൂർ ടേസ്റ്റി, അമ്മാതിരി സാധനമാണിത്. അതായത് നമ്മുടെ മൈസൂർ പാക്കിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു ഷോറൂമാണിത്. മൈസൂർ പാക്ക് ലൈവായിട്ട് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അത്രയും നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൈസൂർ പാക്സ് അവൈലബിൾ ഹിയർ. മൈസൂർ പാക്കിൻ്റെ വ്യത്യസ്ത വേർഷനുകൾ, വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടോ നിങ്ങൾ? അത്യാധികം മെഷീനിൽ അകത്ത് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ലളിത മഹൽ പാലസ് ഉണ്ട്, അതായത് ചാമുണ്ഡി ഹിൽസ് റോഡാണിത്. ചാമുണ്ഡി ഹിൽസ് റോഡിൽ ലളിത മഹൽ പാലസിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാനിത് കണ്ടത്. ദ വേൾഡ് ഓഫ് മൈസൂർ പാക്ക്, അതായത് മൈസൂർ പാക്കിന് വേണ്ടി മാത്രമുള്ളത്. ഇത് പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാൻ കല്യാണത്തിൻ്റെ ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പൈസ ഉണ്ട്, എന്നാലും കിട്ടുന്ന സാധനങ്ങളാണ്. മൈസൂർ പാക്കിൻ്റെ മാത്രമാണെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് വേണ്ട, നമുക്ക് കല്യാണത്തിനും അതുപോലെ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ മൈസൂർ പാക്കിന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, കൊക്കനട്ട് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട്. നല്ല അടിപൊളി ഷോറൂമാണ് ഇവിടെ. ഞാനിത് പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് ഞാൻ ഇവിടത്തേക്ക് കയറിയതാണ്. ഞാൻ ഇവിടത്തേക്ക് ഇത് കണ്ടു. ഇവിടെ നല്ല മൈസൂർ പാക്കിന് വേണ്ടി മാത്രമുള്ള ലൈവ് സംഭവം എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ടേക്ക് ബസ് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഷൂട്ട് ചെയ്തിട്ട് ലളിത മഹൽ പാലസിലേക്ക് പോകാമെന്ന് വെച്ചു. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ലളിത മഹൽ പാലസിൽ പോകും. അതായത് നമ്മുടെ KGF റോക്കി ബായിയുടെ കൊട്ടാരത്തിൽ പോകും. അതിനു മുമ്പ് എന്ത് ചെയ്തു, ഇത് കണ്ട, ദിസ് ഈസ് നോട്ട് എ മൈസൂർ പാക്ക് ആസ് യു നോ ഇറ്റ്, ദിസ് ഈസ് എ മൈസൂർ പാക്ക് ആസ് ഇറ്റ് ഷുഡ് ബി എന്ന് പറയുന്നത്. ഈ മൈസൂർ പാക്കാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. അമ്മാതിരി സാധനമാണ്. മൈസൂർ പാക്കിന് വേണ്ടി മാത്രമുള്ളൊരു ഷോറൂമാണ് വേൾഡ് ഓഫ് മൈസൂർ പാക്ക്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി ലളിത മഹൽ പാലസിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ ഇതാണ് കണ്ട ലളിത മഹൽ പാലസ്, KGF റോക്കി ബായിയുടെ കൊട്ടാരം. എമ്മാതിരി സൂപ്പർ കൊട്ടാരം അല്ലേ. മൈസൂർ ഇത്രയും ഞാൻ ഈ സംഭവം ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യൂറോപ്യൻ സ്റ്റൈലിലെടുത്ത ഡിസൈനിലെടുത്ത അടിപൊളി പാലസാണിത്. വന്നിട്ട് ഇവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. മൈസൂർ വഴിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ വന്നാൽ മതി. ചാമുണ്ഡി ഹിൽസ് റോഡാണ്. ചാമുണ്ഡി ഹിൽസ് അറിയായിരിക്കും, കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും. അത് കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഇതാണ്, ടെമ്പിളാണ്. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതും ഉള്ളത്. ഈ എന്താ പറയുക, ലളിത മഹൽ പാലസ് ഉള്ളത്. മൈസൂരിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാലസ് ആണിത്. ഫസ്റ്റ് നമുക്കറിയാം മൈസൂർ പാലസ് ആണ് ടൗണിലുള്ളത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് പാലസ് ആണ് ഇത് ലളിത മഹൽ പാലസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ KGFൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായത്. ഞാൻ കുറച്ച് നേരം ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിൻ്റെ ഒരുപാട് ഹിസ്റ്ററികളൊക്കെ പറയാനുണ്ട്. ലളിത മഹൽ പാലസ് ഇപ്പം ഇത് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇത് തുടങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ 1920-കളിലാണ്. ഏകദേശം ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പ് മൈസൂർ മഹാരാജാവാണ്. മൈസൂർ മഹാരാജാവ് വാദ്യാർ അദ്ദേഹമാണ് ഇത് അദ്ദേഹത്തിൻ്റെയാണിത്. അദ്ദേഹത്തിൻ്റെ റോയൽ ഗസ്റ്റുകളെയും ചീഫ് ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയും അവരെ താമസിപ്പിക്കാനും വേണ്ടിയും തുടങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് വശമാണിത്. കൊട്ടാരത്തിൻ്റെ അകത്തെ വശമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100 രൂപയാണ് എൻട്രി ടിക്കറ്റ്. സാധാരണ ഇതിൻ്റെ മുകളിൽ ഗ്രൗണ്ട് ഫ്ലോർ വരെ നമുക്ക് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിൽ നമുക്ക് പോകാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഗസ്റ്റിന് മാത്രമാണ്. ഇതിപ്പോൾ ഒരു ഹോട്ടലാണ്. എന്നിരുന്നാലും നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് കാര്യങ്ങളെ കാണാം. 100 രൂപയാണ് ചാർജ്. 100 രൂപ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് ചായയും കുടിക്കാം, ഒരു 2-3 ബിസ്ക്കറ്റും കഴിക്കാം. നല്ല സൂപ്പർ ചായയാണ് കേട്ടോ. കോഫി ഇല്ല, ചായ മാത്രം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ KGFൽ നിൽക്കുന്ന ഇത് കണ്ടില്ല, ഫസ്റ്റ് എൻട്രി ഗേറ്റ് അതാണ് കേട്ടോ. ആ ഒരു ബാൽക്കണി ഇല്ലേ, ഇവിടുന്ന് അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് പറ്റില്ല, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എടുത്തതാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കുന്ന പ്രശ്നമില്ല, വീഡിയോസ് അലൗഡ് അല്ല. ഇതിൻ്റെ ബാക്ക് ഇരിക്കുന്ന സൈഡുകളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, കൊട്ടാരത്തിൻ്റെ സൂപ്പർ ഡിസൈനാക്കി വെച്ചിരിക്കുന്നു. സൂപ്പർ.
ഇതകത്ത് കണ്ട, അകത്തുള്ള ഇത് കണ്ടോ നിങ്ങൾ, വളരെ മനോഹരമായ വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഗ്ലാസ്സുകളൊക്കെ വെച്ച് വളരെ സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് മാർബിളൊക്കെ വളരെ പ്രഷ്യസ് മാർബിളാണ്. കട്ട് ചെയ്ത ലൈറ്റ് ലാംപ്സുകളുണ്ട്, ബെൽജിയം ഡിസൈനുകളുണ്ട് ഇവിടെ. പിന്നെ പെയിൻറ്റിങ്ങുകളൊക്കെ വളരെ പ്രഷ്യസായ പെയിൻറ്റിങ്ങുകളുണ്ട്. ഇതിൻ്റെ ഫർണിച്ചറുകളൊക്കെ വേറെ ലെവൽ ഫർണിച്ചറുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പാലസിൻ്റെ വളരെ മനോഹരമായ രീതിയിൽ ചെയ്തെടുത്ത ഒരു പാലസാണ് ലളിത മഹൽ പാലസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് മൈസൂർ മഹാരാജ വാദ്യാർ അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം തുടങ്ങിയതാണ്. പിന്നീട് ഇത് 1970 കഴിഞ്ഞ ശേഷം പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കയ്യിലാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോട്ടലാണ് ഇപ്പോൾ ഉള്ളത്, ഒരു സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ വേണം നമുക്ക് താമസിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മുതൽ മുകളിലോട്ടാണ്. അതിൻ്റെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരും ഫോറിനേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത്യാവശ്യം കോസ്റ്റ്ലിയാണെന്ന് തോന്നുന്നു. നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് വേണമെങ്കിൽ കാണാം. ഇപ്പം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് 100 രൂപ കൊടുത്താൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഒരു ചായ കുടിച്ച് 2 ബിസ്ക്കറ്റും കഴിക്കാം. ഈ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ഒന്ന് കാണാം, അത്യാവശ്യം ഒരു ഫോട്ടോസ് എടുക്കാം. വേറൊന്നും നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല, മുകളിൽ ഗസ്റ്റുകൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി പെയിൻറ്റിംഗ് ഒക്കെയാണ്. ഒരു പാലസിൻ്റെ എല്ലാം നല്ല അടിപൊളി ഇതുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, ചെസ് റൂമുണ്ട്, അതുപോലെ ക്യാരംസ് റിക്രിയേഷനുകളുണ്ട്, ഗോൾഫ് ക്ലബ്ബുകളുണ്ട്, ജോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള വാക്കിംഗ് ഏരിയാസ് ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, സ്വിമ്മിംഗ് പൂള്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഞാനിവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും ബാത്ത് ഏരിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ട നല്ല മരങ്ങൾ. ഇത് ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു, ഈത്തപ്പഴ മരം. ഇത് എന്താ അറിയില്ല, ഈത്തപ്പഴമോ അല്ല നമ്മുടെ പാം മരമാണെന്ന് അറിയില്ല. എനിവേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. ഇവിടെ നിന്നൊക്കെ ഞാൻ 2-3 ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാ. ഇപ്പോൾ ആൾക്കാർ തിരക്കുറവാണ്, നാളെ വൈകുന്നേരമൊക്കെ ആൾക്കാർ വരും. നമ്മൾ പൈസ കയറുമ്പോൾ തന്നെ എൻട്രൻസ് സൈഡ് അവിടെ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റിൻ്റെ കയ്യിലാണ് പൈസ കൊടുക്കേണ്ടത്. സെക്യൂരിറ്റിക്ക് പൈസ കൊടുക്കുക, ഒരു 100 രൂപ അവിടെ സെക്യൂരിറ്റിയിൽ കൊടുത്ത് 4 ടിക്കറ്റ് തരും. ആ ടിക്കറ്റും കൊണ്ട് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കകത്ത് വന്നിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ രാജാവിൻ്റെ രാജ്ഞിയുടെയൊക്കെ ഫോട്ടോകൾ കാണാം. നല്ല ഫ്ലോറൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ലളിത മഹൽ പാലസ് എന്ന് പറയുന്നത്. KGF റോക്കി ബായിയുടെ പാലസ്. ഇത് ആക്ച്വലി എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. KGF റോക്കി ബായിയുടെ ലളിത മഹൽ പാലസ്. എനിവേ ഇറ്റ്സ് എ വെരി ഗുഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിങ്ങളിൽ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പുറത്തുനിന്ന് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നല്ല ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്, പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ വീഡിയോസ് തന്നെ. വീഡിയോ അങ്ങനെ ഓപ്പണായിട്ട് അവിടെ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എടുത്താൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ മാത്രമുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. എനിവേ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് ലളിത മഹൽ പാലസ് എന്ന് പറയുന്നത്. ശരിക്കും വൈസ്രോയ്, ഞാൻ പറഞ്ഞില്ല മുമ്പ്, മഹാരാജാവ്, വൈസ്രോയി, അതുപോലെ വലിയ വലിയ ആൾക്കാർക്ക്, രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ ബന്ധുക്കൾ, അവരുടെ ഗസ്റ്റുകൾ, ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വലിയ വലിയ VVIPs അവരൊക്കെ വരുമ്പം അവർക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകാൻ വേണ്ടി എടുത്തതായിരുന്നു ഈ പാലസ് എന്ന് പറയുന്നത്. ലളിത മഹൽ പാലസ് മൈസൂർ രാജാവ് ഉണ്ടാക്കിയതാണത്. ഇത് അന്നത്തെ ചിലവ് ഏകദേശം 13 ലക്ഷത്തിന് മുകളിലും വന്നു. ഇപ്പോഴല്ല കേട്ടോ, 100 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് 13 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ ഉണ്ട് അന്നത്തെ ഇത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് ഒരു ഇന്ത്യക്കാരൻസ് അല്ല, ഒരു വേറെ ഫോറിനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ മുകളിൽ ഡോംബൊക്കെ ഉണ്ട്, നിങ്ങൾ നല്ല അടിപൊളിയായില്ല. നമ്മളെ എന്താ പറയുക, വൈറ്റ് ഹൗസിലൊക്കെ മുകളിൽ കാണുന്നില്ലേ അമേരിക്ക, ഏകദേശം അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇത് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. ആഴ്ചക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഉണ്ടാവില്ല. പിന്നെ 100 രൂപയാണ് നമുക്ക് സാധാരണ ആൾക്കാർക്ക് എൻട്രി ഫീ. ഇനി താമസിക്കുകയാണെങ്കിൽ താമസിക്കാൻ വേണ്ടി അങ്ങനെയും പോവാം, നമുക്ക് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പോവാം. നമ്മൾ 100 രൂപ കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം, ഒരു ചായ കുടിക്കാം, ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും, അത് കഴിക്കാം നമുക്ക്. ബാക്കി ഗ്രൗണ്ട് ഫ്ലോറിലൊന്ന് കറങ്ങി കാണാം, ഇത്ര പറ്റും. ഫോട്ടോസ് വാങ്ങി ഇവിടുന്ന് പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്, അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. വലിയ ക്രൗഡൊന്നുമില്ല, ചെറിയൊരു ക്രൗഡ് മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു ഞാൻ പറയാം ചാമുണ്ഡി ഹിൽസ് പോകുന്ന ആ റൂട്ടിൽ ഒരു ചെറിയ ഒരു ഹില്ലിൻ്റെ മുകളിലാണ് ഇതുള്ളത്. ഒരു ചെറിയ ഒരു ഹിൽസിൻ്റെ മുകളിലാണ് ഈ പാലസ് ഉള്ളത്. എനിവേ നല്ല സൂപ്പർ സ്ഥലം തന്നെയാണ്. ആഴ്ചക്ക് എല്ലാ ദിവസവും ഉണ്ട്, ഇവിടെ ഓപ്പൺ ആണ്. വൈകിട്ട് 6 മണി വരെ ഉണ്ട് പ്രവേശനം. അപ്പോൾ മൈസൂരൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു പോകേണ്ട പരിപാടിയാണ്. നമുക്ക് മൈസൂർ അടുത്ത സ്ഥലം പോയി കാണണം. ഓക്കെ, ബൈ.